ഓസ്ട്രേലിയക്കെതിരെ മെൽബണിൽ നടന്നുകൊണ്ടിരിക്കുന്ന 4ാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കിടിലൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി. ഇന്ത്യ തകർച്ചയെ അഭിമുഖീകരിച്ച സമയം 8ാം നമ്പറിൽ ക്രീസിലെത്തിയാണ് നിതീഷിന്റെ ഹീറോയിസം. ഈ പരമ്പരയിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച ഫോമിൽ കളിക്കുന്ന നിതീഷിന്റെ കന്നി അന്താരാഷ്ട്ര സെഞ്ചുറിയാണിത്. 171 പന്തുകളിൽ 9 ബൗണ്ടറികളും ഒരു സിക്സറും അടക്കമാണ് നിതീഷ് സെഞ്ചുറിയിലേക്ക് എത്തിയത്. നിതീഷും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുള്ള 8ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇന്ത്യയെ 1ാം ഇന്നിംഗ്സിൽ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. നേരത്തെ ഋഷഭ് പന്തിന്റെ വിക്കറ്റാണ് 3ാം ദിനം ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. 37 പന്തിൽ 28 റൺസ് എടുത്ത പന്ത് പുറത്താകുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 191 എന്ന നിലയിലായിരുന്നു. സ്കോർ ബോർഡിൽ 221 റൺസ് എത്തിയപ്പോഴേക്കും രവീന്ദ്ര ജഡേജയും വീണു. 17 റൺസായിരുന്നു ജഡേജയുടെ സമ്പാദ്യം. 8ാം വിക്കറ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ഒത്തുചേർന്നതോടെ ഇന്ത്യ കളിയിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. ഓസ്ട്രേലിയൻ ബൗളർമാരെ ഇരുവരും ആത്മവിശ്വാസത്തോടെ നേരിടുന്നതാണ് മെൽബണിൽ കണ്ടത്. ഈ പരമ്പരയിൽ ഇന്ത്യയുടെ മികച്ച ബാറ്റർമാരിൽ ഒരാളായ നിതീഷ് കുമാർ റെഡ്ഡി ആധികാരികമായിട്ടാണ് ബാറ്റ് വീശിയത്. സുന്ദർ ഉറച്ച പ്രതിരോധവുമായി നിതീഷിന് മികച്ച കൂട്ടാളിയായി. ഇരുവരുടെയും മികവിൽ ഇന്ത്യ മറ്റൊരു തകർച്ചയിൽ നിന്നുകൂടി കരകയറി. ഇന്ത്യൻ സ്കോർ 348-ലെത്തിയപ്പോൾ 50 റൺസ് എടുത്ത സുന്ദറിന്റെ വിക്കറ്റ് ടീമിന് നഷ്ടമായി. നേരത്തെ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 474 റൺസാണ് ഓസ്ട്രേലിയ സ്കോർ ചെയ്തത്. 140 റൺസ് നേടിയ സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു ഓസീസിന്റെ ടോപ്പ് സ്കോറർ. സാം കോൺസ്റ്റാസ്, ഉസ്മാൻ ഖവാജ, മർനസ് ലാബുഷൈൻ എന്നിവർ അർദ്ധ സെഞ്ചുറികളും നേടി. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യൻ ബൗളർമാരിൽ നേട്ടമുണ്ടാക്കിയത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4ാമത് മത്സരമാണ് ഇപ്പോൾ മെൽബണിൽ നടക്കുന്നത്. നിലവിൽ പരമ്പര 1-1 എന്ന നിലയിലാണ്. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയും അഡ്ലേഡിൽ നടന്ന 2ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയയും ജയിച്ചപ്പോൾ ഗാബയിൽ നടന്ന 3ാം ടെസ്റ്റ് സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ഇതിനിടെ വൻ വിമർശനങ്ങളും ഇന്ത്യൻ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ സമയമായെന്ന തരത്തിൽ ചർച്ചകൾ ശക്തമാകുന്നതിനിടെ മറ്റൊരു താരത്തെ ഇന്ത്യ ടീമിൽ നിന്ന് പുറത്താക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ഇന്ത്യൻ സൂപ്പർ താരവും പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റുമായ സുനിൽ ഗവാസ്കർ എത്തിയിരുന്നു. മോശം ഫോമിലുള്ള പേസ് ബൗളർ മുഹമ്മദ് സിറാജിനെ ഇന്ത്യ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഗവാസ്കർ അഭിപ്രായപ്പെട്ടത്. പകരം ജസ്പ്രീത് ബുംറയെ സഹായിക്കാൻ ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരെ ഇന്ത്യ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ 4 ടെസ്റ്റുകളിലും ഇന്ത്യയുടെ പ്ലേയിങ് 11ൽ ഇടം പിടിച്ച താരമാണ് മുഹമ്മദ് സിറാജ്. 4 കളികളിൽ നിന്ന് 13 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഈ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ ബൗളറും സിറാജാണ്. 106.1 ഓവറുകളിൽ 433 റൺസ് സിറാജിനെതിരെ ഓസീസ് ബാറ്റർമാർ മുൻകളികളിൽ നേടിയിരുന്നു.